ഈ ഒരു വീഡിയോ എടുത്തിട്ട് ന്യൂസിൽ കണ്ടതെന്ന് ജസ്റ്റ് ഒന്ന് കണ്ടു നോക്കുക. ഇവിടെ രണ്ട് ആൾക്കാർ ഹോട്ടലിലിരുന്ന് ഫുഡ് കഴിക്കുന്നു. അതിലൊരാൾ പെട്ടെന്ന് കുറച്ച് പാനിക്കായി എഴുന്നേക്കുന്നു, ശ്വാസം എടുക്കാൻ ബുദ്ധിമുട്ട് പ്രകടിപ്പിക്കുന്നു. അപ്പോൾ അയാളുടെ കൂടെ ഉണ്ടായിരുന്ന ഫ്രണ്ടിന് ഇയാൾ ചോക്ക് ചെയ്യാമെന്ന് മനസ്സിലായി. അയാൾ ഈ കാണുന്ന പോലെ ഒരു മാനുവർ പെർഫോം ചെയ്യുന്നു. പെട്ടെന്ന് ഒരു ഫുഡ് പാർട്ടിക്കിൾ പുറത്തേക്ക് വരുന്നു. അയാൾ പിന്നീട് ഓക്കെ ആവുന്നു. അപ്പോൾ ഇവിടെ എന്താ സംഭവിച്ചതെന്ന് നോക്കാം. നമ്മൾ നോർമലി ഫുഡ് കഴിക്കുമ്പോൾ നമ്മുടെ തൊണ്ടയിൽ എപ്പിഗ്ലോട്ടിസ് എന്ന് പറഞ്ഞൊരു വാൽവ് ഉണ്ട്. അത് നമ്മുടെ ശ്വാസകോശത്തിലേക്ക് പോകുന്ന വിൻ പൈപ്പ്, നമ്മൾ ട്രെക്കിയ എന്നൊക്കെ പറയും, അത് വന്ന് ക്ലോസ് ചെയ്യും. അപ്പോൾ ഫുഡ് നേരെ നമ്മുടെ ഈസോഫേഗസ് അഥവാ ഫുഡ് പൈപ്പിലേക്ക് പോകും. എങ്കിൽ ചിലപ്പോൾ നമ്മൾ ഹറിയായിട്ട് ഭക്ഷണം കഴിക്കുമ്പോൾ അല്ലെങ്കിൽ ഭക്ഷണം കഴിക്കുമ്പോൾ സംസാരിക്കുമ്പോഴൊക്കെ ഈ എപ്പിഗ്ലോട്ടിസ് ഓപ്പൺ ആവുകയും ഫുഡ് ചിലപ്പോൾ ട്രെക്കിയയിലേക്ക് കയറാൻ ചാൻസ് ഉണ്ട്. എങ്കിൽ മോസ്റ്റ് ഓഫ് ദ ടൈം നമുക്ക് ഈ ഫുഡ് കഫ് ചെയ്ത് പുറത്തേക്ക് കളയാൻ പറ്റും. എന്നാൽ ചില അവസരങ്ങളിൽ ഇതൊരു സോളിഡ് ഫുഡായി ആ വിൻ പൈപ്പ് കംപ്ലീറ്റ് ആയിട്ട് ബ്ലോക്ക് ആവുകയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് ശ്വാസം എടുക്കാൻ പറ്റില്ല, അതുപോലെ കഫ് ചെയ്ത് പുറത്തേക്ക് കളയാൻ പറ്റില്ല, അതുപോലെ സംസാരിക്കാൻ പറ്റില്ല. അപ്പോൾ ഈ ഒരു അവസ്ഥയാണ് നമ്മൾ ചോക്കിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ പറഞ്ഞ പോലെ ഒരാൾ ചോക്ക് ചെയ്യുമ്പോഴാണ് നമ്മൾ നേരത്തെ വീഡിയോ കണ്ട പോലുള്ള ഒരു ഹെയിംലിക് മാനുവർ നമ്മൾ പെർഫോം ചെയ്യേണ്ടത്. ഇനി നിങ്ങളുടെ മുന്നിലാണ് ഇങ്ങനെ ഒരു സിറ്റുവേഷൻ വരുന്നതെങ്കിൽ ആദ്യം തന്നെ കോൾ ഫോർ ഹെൽപ്പ്. രണ്ടാമത് നമ്മൾ ഈ മാനുവർ എങ്ങനെ പെർഫോം ചെയ്യാൻ നോക്കിയാൽ നമ്മൾ ഈ ചോക്ക് ചെയ്യുന്ന ആളുടെ ബാക്ക് സൈഡിൽ വന്ന് നിൽക്കുക. എന്നിട്ട് നമ്മളുടെ ഒരു കാല് ഈ ആളുടെ രണ്ട് കാലിൻ്റെ ഇടയിലേക്ക് വെക്കുക. ഇത് നമുക്ക് കുറച്ച് സ്റ്റെബിലിറ്റി തരും. എന്നിട്ട് നമ്മളൊരു ഹാൻഡ് ഫിസ്റ്റ് ചെയ്യുക. ഈ ഫിസ്റ്റ് ചെയ്ത ഹാൻഡിൻ്റെ തമ്പ് വരുന്ന സൈഡ് നമ്മുടെ ഈ ചെസ്റ്റ് ബോണിൻ്റെ ഏറ്റവും താഴെ, ഇവിടെ നമ്മൾ സിഫോയിഡ് പ്രോസസ്സ് എന്ന് പറയും, അതിൻ്റെ തൊട്ട് താഴെയായിട്ട് വെക്കുക. അതായത് നമ്മുടെ പൊക്കിളിൻ്റെ കുറച്ച് മുകളിലായിട്ട് വരും. എന്നിട്ട് നമ്മൾ പേഷ്യൻറ്റിനെ എൻസർക്കിൾ ചെയ്ത് ഓപ്പോസിറ്റ് ഹാൻഡ് വെച്ച് ഇത് ഹാൻഡ് കവർ ചെയ്യുക. എന്നിട്ട് നമ്മൾ ഈ ഇൻവേർഡ് ആൻഡ് അപ്വേർഡ് ത്രസ്റ്റ്, അത് നമ്മൾ ജെ ഷേപ്പ്ഡ് ത്രസ്റ്റ് എന്ന് പറയും, ഇത് റിപ്പീറ്റഡ് ആയിട്ട് പേഷ്യൻ്റ് ആ ഫുഡ് കഫ് ചെയ്ത് പുറത്തേക്ക് കളയുന്നവരെ ചെയ്തുകൊണ്ടിരിക്കുക. ഇനി ചോക്ക് ചെയ്യുന്ന ആളൊരു പ്രഗ്നൻറ്റ് വുമൺ ആണെങ്കിൽ നമ്മൾ നേരത്തെ ചെയ്തതിന് പകരം ഈ ഫിസ്റ്റ് ചെയ്ത ഹാൻഡ് കുറച്ചും കൂടി മേലെ ചെസ്റ്റ് ലെവലിൽ വെച്ചിട്ട് നേരത്തെ ചെയ്ത അതേ രീതിയിൽ ചെസ്റ്റ് ത്രസ്റ്റ് കൊടുക്കാവുന്നതാണ്. ഇനിയിപ്പോൾ ഒബീസ് ആയിട്ട് ഒരു തടിച്ചിട്ടുള്ള ആളാണെങ്കിൽ നമുക്ക് ഈ ഹെയിംലിക് മാനുവർ പെർഫോം ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ നമുക്ക് ചെസ്റ്റ് ത്രസ്റ്റ് കൊടുക്കാവുന്നതാണ്. ഇനിയിപ്പോൾ നിങ്ങൾ തന്നെയാണ് ചോക്ക് ചെയ്യുന്നത്, നിങ്ങളുടെ അടുത്ത് സഹായത്തിന് ആരുമില്ല എങ്കിൽ നിങ്ങൾക്കിത് സ്വയം ചെയ്യാവുന്നതാണ്. ഇനിയിപ്പോൾ ചോക്ക് ചെയ്യുന്നത് 1 വയസ്സിൽ താഴെയുള്ളതൊക്കെ കുട്ടികളാണെങ്കിലും നമ്മൾ ഈ ഹെയിംലിക് മാനുവർ പെർഫോം ചെയ്യാൻ പാടില്ല. പകരം നമ്മൾ ചെയ്യേണ്ടത് ഈ കുട്ടിയെ കാണുന്നത് പോലെ നമ്മുടെ ഒരു ഫോറാമിൽ മുഖം താഴോട്ടാക്കിയിട്ട് കിടത്തുക. നമ്മൾ പ്രത്യേകം ആ കുട്ടിയുടെ വായ തുറന്നിരിക്കാൻ ശ്രദ്ധിക്കുക. എന്നിട്ട് ഇതുപോലെ ഈ ഷോൾഡറിൻ്റെ ബാക്കിൽ നമ്മൾ 5 വട്ടം ടാപ്പ് ചെയ്യുക. എന്നിട്ട് അതുപോലെ കുട്ടിയെ തിരിച്ച് കിടത്തിയിട്ട് നമ്മൾ ഈ 2 വിരൽ ഉപയോഗിച്ച് നമ്മൾ 5 വട്ടം ചെസ്റ്റ് പ്രസ് കൊടുക്കുക. ഇതിങ്ങനെ ഈ ഫുഡ് പാർട്ടിക്കിൾ പുറത്ത് വരുന്നത് വരെ നമ്മളിത് അൾട്ടർനേറ്റ് ആയിട്ട് റിപ്പീറ്റായി ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെടുകയാണെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ കൂടുതൽ അറിവിനായി ഫോളോ ചെയ്യുക.